ഡോക്ടർ, നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വേദനയായിട്ട് ഈ കഴുത്ത് വേദന മാറിയിരിക്കുകയാണ്. അപ്പം കഴുത്ത് വേദന സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമുക്കറിയേണ്ടത്. കഴുത്ത് വേദനയ്ക്ക് കാരണങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഏതെല്ലാം സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു വട്ടമെങ്കിലും കഴുത്ത് വേദന വന്നിട്ടുണ്ടാവും. അപ്പോ നിസ്സാരമായ കാരണങ്ങൾ മുതൽ സങ്കീർണമായ പല കാരണങ്ങളും നമുക്ക് കഴുത്ത് വേദനയിലേക്ക് എത്തിപ്പെടാറുണ്ട്. അപ്പൊ ഞാൻ നിസ്സാരമായ കാരണങ്ങൾക്ക് മുന്നേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കഴുത്ത് വേദനയിൽ പറയാറുള്ളത്. അത് നമ്മൾ റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട, കഴുത്ത് വേദന വന്നാൽ നമ്മൾ ഉടനെ കൺസൾട്ട് ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായും കുട്ടികളിൽ കഴുത്ത് വേദന, നെക്ക് സ്റ്റിഫ്നെസ്, അത് ചിലപ്പോൾ പനിയോട് കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ പനി ഇല്ലാതെ ആയിരിക്കാം. അത് ചിലപ്പോൾ മെനിഞ്ചൈറ്റിസിന്റെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളിൽ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഈ കഴുത്ത് വേദന വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അടുത്ത കഴുത്ത് വേദന നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയയാണ്, നമ്മൾ കഴുത്ത് വേദനയോടൊപ്പം തന്നെ കയ്യിലോട്ട് തരിപ്പ് വരിക, കയ്യിലോട്ട് കഴപ്പ് വരിക, കയ്യിൽ ബലക്കുറവ് വരിക, അതുപോലെ തന്നെ നമ്മൾക്ക് നടക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ വരിക, കാലിന്റെ ബലക്കുറവ് പോലെ വരിക, കാലിൽ പിടുത്തം വരിക, മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ വരിക. ഇതെല്ലാം നമുക്ക് സെർവൈക്കൽ മൈലോപ്പതി, അതായത് നമ്മുടെ സെർവൈക്കൽ സ്പൈനിന് ക്ഷതം പറ്റുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ആ ടൈപ്പ് കഴുത്ത് വേദനയും ഈ ലക്ഷണങ്ങൾ കൂടി ഉള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കഴുത്തുവേദനയോടൊപ്പം തന്നെ നിരന്തരമായുള്ള പനി, നൈറ്റ് പെയിൻ, അതായത് രാത്രിയുള്ള വേദന, നമ്മുടെ വെയിറ്റ് ലോസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ചില ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് TB സ്പൈൻ അല്ലെങ്കിൽ ചില ട്യൂമേഴ്സിലേക്ക് പോകുന്ന ലക്ഷണങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ഇനി കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞ യെല്ലോ ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് കഴുത്ത് വേദന പൊതുവെ രാവിലെ എണീറ്റ് വരുന്ന, സ്ഥിരമായി വരുന്ന കഴുത്ത് വേദന, ഇത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിനെ നമുക്ക് വാതരോഗ വിഭാഗങ്ങളിൽ പെടുത്താം എന്നാണ് പറയുന്നത്. ഇത് സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് വിഭാഗങ്ങളിൽ വരുന്ന കഴുത്ത് വേദന, ഉദാഹരണത്തിന് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, ഇതിലൊക്കെ വരുന്ന കഴുത്ത് വേദന, കഴുത്ത് സ്റ്റിഫ്നെസ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉടനെ ഇടപെടേണ്ട കാര്യങ്ങളാണ്. അതുപോലെയാണ് നിരന്തരമായിട്ട് വരുന്ന ഇൻഫെക്ഷൻസ്, അതുമൂലമുള്ള കഴുത്ത് വേദന. അത് ചിലപ്പോൾ ഡിസ്കൈറ്റിസ്, ഡിസ്കിന്റെ ഇൻഫ്ലമേഷൻ കൊണ്ട്, ഡിസ്കിന്റെ നീർക്കെട്ട് കൊണ്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്ത് വേദനയും നമ്മൾ ഡിപ്രഷനുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ ഈ കഴുത്ത് വേദനയും ഡിപ്രഷനുമായിട്ട് ഒരു രോഗി നിങ്ങളോട് വരികയാണെങ്കിൽ ആ രോഗിയെ ഉടൻ തന്നെ നമ്മൾ സൈക്കോളജിക്കലായ കൗൺസിലിങ്ങിനും ഈ കഴുത്ത് വേദന ഉടനെ നല്ല രീതിയിൽ തന്നെ ചികിത്സിച്ച് ശരിയാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ കഴുത്ത് വേദന കൊണ്ട് തന്നെ രോഗി ഡിപ്രഷനിലേക്ക് പോവാം, അതുപോലെ ഡിപ്രഷൻ തിരിച്ച് കഴുത്ത് വേദനയും ഉണ്ടാക്കാം. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളാണ് പൊതുവെ നമ്മൾ കഴുത്ത് വേദന വരുമ്പോൾ നമുക്ക് ഉടനെ ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ.